കൊല്ലം കുണ്ടറയിൽ ക്ഷേത്രോത്സവത്തിനിടെ യുവതിക്ക് നേരെ പോലീസ് അതിക്രമമെന്ന് പരാതി. കുണ്ടറ സ്വദേശിയായ അനന്തുവിന്റെ ഭാര്യ അശ്വിനിയെ സ്ഥലം എസ് ഐ മർദ്ദിച്ചെന്നാണ് പരാതി. അനന്തു, ഇയാളുടെ സഹോദരി രേഷ്മ എന്നിവർക്കും മർദ്ദനമേറ്റെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം യുവതിയുടെ ഭർത്താവ് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ചാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കേസിൽ യുവതിയെയും പ്രതി ചേർത്തിട്ടുണ്ട്. മർദ്ദന പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ റൂറൽ എസ് പി ടി കെ വിഷ്ണു പ്രദീപ് IPS ശാസ്താംകോട്ട DYSPക്ക് നിർദ്ദേശം നൽകി. കുണ്ടറ കാഞ്ഞിരങ്കോട് ക്ഷേത്രത്തിൽ ഉത്സവം കാണാനായി ഭർത്താവിനൊപ്പം എത്തിയ യുവതിക്ക് പോലീസ് മർദ്ദനമേറ്റതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. കുണ്ടറ SI കിരൺ തന്നെ മർദ്ദിച്ചതായി അശ്വിനി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ ഇവർ നിലവിൽ ചികിത്സയിലാണ്. യുവതിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ നിരവധി പാടുകളുമുണ്ട്. SI കിരൺ എന്ന് പറഞ്ഞ സാറാണ് വന്നിട്ട് നമ്മളെ തൊട്ട് മേലിട്ട് പയ്യനെ ആ വണ്ടിയുടെ തന്നെ പയ്യനെ വലിച്ച് താഴോട്ടിടുന്നത്. പക്ഷെ ആ പയ്യൻ വന്ന് കഴിയുന്ന എന്റെ പക്കം അത് കണ്ടുകൊണ്ടിരുന്ന ഹസ്ബൻഡ് ചോദിച്ചു, സാർ എന്ത് കാണിക്കുന്നതെന്ന് ചോദിച്ചു. നീ ഏതാണെന്ന് ചോദിച്ചുകൊണ്ട് എന്റെ ഹസ്ബൻഡിനെ പിടിച്ച് തെള്ളുകയും ഞങ്ങളെ പിടിച്ച് തെള്ളുകയും ചെയ്തു. സാർ തെള്ളുന്ന എന്തിനാന്ന് തുടർന്നാണ് വഴക്കം വേണ്ടി പുള്ളിക്കാരന്റെ പിടിച്ചിട്ടാണ് കൊണ്ടുപോയി. നീ DC കയറുമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അത് ഞാൻ തടയാൻ ചെന്നത്. ഞാൻ എന്റെ ഭർത്താവിനെ തിരിച്ച് ഇങ്ങോട്ട് പിടിക്കുകയായിരുന്നു. അപ്പൊ അത് സമ്മതിക്കാതാണ് എന്നെ മർദ്ദിച്ചത്. പോലീസ് പെപ്പർ സ്പ്രേ ഉപയോഗിച്ചതായും ഇവർ ആരോപിക്കുന്നു. അശ്വിനിക്ക് പുറമെ ഭർത്താവ് അനന്തു, ഇയാളുടെ സഹോദരി രേഷ്മ എന്നിവർക്കും മർദ്ദനമേറ്റെന്നും പരാതിയിലുണ്ട്. എന്ന സമയത്താണ് ഈ പുള്ളിക്കാരൻ പെട്ടെന്ന് നമ്മളൊരു അനിയ മനുഷ്യരായിട്ട് ചേർക്കുന്ന പയ്യനെ മേളിൽ താഴോട്ടിടുന്നത്. അത് നമ്മളെ വൈഫിന്റെ ദേഹത്താണ് വന്ന് വീണത്. അപ്പൊ ചോദിച്ച സമയത്താണ് ഈ പുള്ളിക്കാരൻ വന്ന് നിനക്ക് എന്താ വേണം പറഞ്ഞ് ചീത്തയും വിളിച്ച് എന്റെ കുട്ടി ഓടിക്കുകയും പിന്നെ എന്റെ വൈഫ് അത് തടയാൻ ചെന്നു. അപ്പോഴാണ് ബാക്കിയുള്ള പോലീസുകാരും ഈ കീഴലും ഈ അതിലും ബാക്കിയുള്ള പോലീസുകാരെ വന്ന് നമ്മളെ അടിക്കുന്നത്. ഈ അതിലപ്പോ ഈ പെപ്പർ സ്പ്രേ അടിച്ചോണ്ടിരിക്കുക. നമ്മൾ തിരിച്ചൊന്നും പ്രതികരിക്കുന്ന ആരും പ്രതികരിക്കുന്ന രീതിയിൽ അപ്പൊ അവിടെ 100 മീറ്റർ വിട്ട് അടിച്ച് നല്ല രീതിയിൽ അവളെ അടിച്ചിട്ട് ജീപ്പിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് ഇവിടെ വലിച്ചെറിഞ്ഞായിരുന്നു. എന്നിട്ടാണ് എല്ലാവരും അടിച്ചത്. അതിനുശേഷം എന്നെ വണ്ടിക്ക് ഇരുന്ന് വേറെ വഴി കൊണ്ട് അവിടെ ഇട്ട് സ്പ്രേ അടിച്ചിട്ട് എന്റെ മുഖത്തടിച്ചത്. അങ്ങനെയൊക്കെയാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പിറ്റേന്ന് രാവിലെ വിടാന്ന് പറഞ്ഞത്. പിന്നെ വൈഫ് വന്നാലേ വിടത്തോളെന്ന് പറഞ്ഞു. അവള് കേസ് കൊടുക്കുകയാണെങ്കിൽ എന്നെ റിമാൻഡ് ചെയ്യുകയാണ്. അതേസമയം പോലീസ് ആരോപണം നിഷേധിക്കുകയാണ്. ഉത്സവ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ ശ്രമിച്ചതാണെന്നാണ് പോലീസ് വാദം. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് അനന്തുവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ കേസിൽ അശ്വിനിയെയും പോലീസ് പ്രതി ചേർത്തു. എന്നാൽ സംഭവസ്ഥലത്തെ ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ യുവതിയുടെ പരാതിയിൽ കൂടുതൽ അന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.